തമിഴ്നാട്ടിലെ പശ്ചിമഘട്ട മലനിരകളിൽ 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഹിൽ സ്റ്റേഷൻ. 40 എയർപിൻ വളവുകളും ചായത്തോട്ടങ്ങളും പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും വന്യജീവികളും പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെയായിട്ടുള്ള ഒരു മനോഹരമായ യാത്ര. അതെ, തമിഴ്നാട്ടുകാരുടെ സ്വന്തം ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൾപ്പാറയാണ് നമ്മുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് തുടങ്ങി വഴിയിലുടനീളം കാണാൻ പറ്റുന്ന ചാരുത നിറഞ്ഞ വാഴച്ചാൽ ചിയാപ്പാറ വെള്ളച്ചാട്ടങ്ങളും ഷോളയാർ ഡാമും വന്യജീവി സംരക്ഷണ മേഖലയിലൂടെ കടന്നു പോകുന്ന ഷോളയാർ മലക്കപ്പാറ റോഡ്, ചാഴത്തോട്ടങ്ങളും കാട്ടുപൂക്കളും മൂടൽമഞ്ഞും നിറഞ്ഞ വാൾപ്പാറ ഹൈറേഞ്ച്. ആതിരപ്പള്ളി മുതൽ വാൾപ്പാറ വരെയുള്ള യാത്രയിൽ ഒരേ സമയം അഡ്വഞ്ചറും നാച്ചുറൽ എക്സ്പീരിയൻസുമാണ് നമുക്ക് ലഭിക്കുക. വഴിയിലാകെ കാട്ടാനകൾ, പുലി, മാൻ, കുരങ്ങ് എന്നിവയൊക്കെ കാണാനുള്ള സാധ്യതകളേറെയാണ്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫാൾസും ഷോളയാർ ഡാമും, വാൾപ്പാറയിലെത്തിയാൽ നല്ലമുടി വ്യൂ പോയിൻറ്റും ടീ എസ്റ്റേറ്റും, ചിന്നക്കലാർ വാട്ടർഫാൾസും, ബാലാജി ടെമ്പിൾ, മങ്കി ഫാൾസ്, കൂലിങ്കൽ റിവർ, ബിർള വാട്ടർഫാൾസ് തുടങ്ങി മനോഹരമായ സ്പോട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. വാൾപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിലാണ് നല്ലമുടി വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് എത്തുന്ന ഈ മനോഹരമായ സ്ഥലം വാൾപ്പാറയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ നിന്ന് ആനമലൈ ടൈഗർ റിസർവും കേരള മലനിരകളും അട്ടപ്പാടി ഷോളയാർ റേഞ്ച് വരെ നമുക്ക് കാണാം. അതിനിടയിൽ വാൾപ്പാറയുടെ ചരിത്രവും കേട്ട് നമുക്ക് സഞ്ചരിക്കാം. തമിഴ്നാട്ടിലെ കോഴമ്പത്തൂരിന് കീഴിലുള്ള ആനമലൈ ഹിൽസ് പ്രദേശത്താണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. 1840കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടുത്തെ കാടുകൾ മുറിച്ച് ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ആരംഭിച്ചു. വിൻഡിൽ ടർണർ എന്ന ബ്രിട്ടീഷുകാരനാണ് വാൾപ്പാറയിലെ ആദ്യത്തെ ചായത്തോട്ടം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. 1860കളോടെ ബ്രിട്ടീഷുകാർ വ്യാപകമായ ചായത്തോട്ടങ്ങൾ ആരംഭിച്ചു. ഇന്ന് വാൾപ്പാറയുടെ സമ്പദ് വ്യവസ്ഥയിൽ ചായത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും പ്രധാന പങ്കുണ്ട്. ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള തൊഴിലാളികൾ ഇവിടെ എത്തി താമസിച്ചു തുടങ്ങി. അതിനാൽ ഇന്നത്തെ വാൾപ്പാറയിൽ മലയാളികളും തമിഴന്മാരും ചേർന്നുള്ള ഒരു സംസ്കാരം നമുക്ക് കാണാം. വാൾപ്പാറയിലെ കാഴ്ചയെല്ലാം ആസ്വദിച്ച് പച്ചപ്പിനാൽ പൊതിഞ്ഞ 40 എയർപിൻ വളവുകളും താണ്ടി പൊള്ളാച്ചി പാലക്കാട് വഴിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത്. മറ്റൊരു യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.